പ്രിയപ്പെട്ടവരെ, നമസ്തേ. ഒരു പുതുവർഷ പുലരിയുടെ തിരുമുറ്റത്ത് നിൽക്കുമ്പോൾ നാം പിന്നിട്ട വഴികൾ ഓർമ്മിക്കാനും നമ്മെ കാത്തിരിക്കുന്ന സാധ്യതകളെ ഓപ്പർച്യൂണിറ്റീസ് അതിനെ പുൽകാനും നാം ശ്രമിക്കണം. പുതുവർഷ പിറവി എന്ന് പറയുന്നത് കലണ്ടറിലെ ഒരു മാറ്റം മാത്രമല്ല, അത് ഒരു പുതുക്കത്തിനും വളർച്ചയ്ക്കും നൂതനമായ ഒരു തുടക്കത്തിനുമുള്ള കേളികൊട്ടലാണ്. പിന്നിടുന്ന ഓരോ വർഷവും അനുഭവങ്ങളുടെ ഒരു മണിച്ചെപ്പ് നമ്മുടെ മുൻപിൽ തുറന്നു വയ്ക്കുന്നു. ആ മണിച്ചെപ്പിൽ നേട്ടങ്ങളും കോട്ടങ്ങളും ആഹ്ലാദങ്ങളും സങ്കടങ്ങളും വിജയങ്ങളും പരാജയങ്ങളും എല്ലാമുണ്ട്. നാം നേരിട്ട കൊടുങ്കാറ്റുകൾ, നമ്മുടെ അതിജീവന ചരിത്രം, മറ്റുള്ളവരുമായി നാം പങ്കിട്ട നേട്ടങ്ങൾ, ഇവയെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ അനുഭവങ്ങളുടെ പരിചയസമ്പത്തുമായി മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം. സമയത്തിൻ്റെ തുണിത്തരങ്ങളിൽ നാം നമ്മുടെ ഭാവി നെയ്യുന്നു. നാം സ്വീകരിക്കുന്ന മാർഗങ്ങൾ, കൈക്കൊള്ളുന്ന നടപടികൾ, സ്വീകരിക്കുന്ന പ്രതിരോധ നടപടികൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ മെനയുന്നു. പുതുവർഷത്തെ സ്വാഗതം ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഓരോ നിമിഷവും ഓർമ്മിക്കത്തക്കതാകുമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ശുഭാപ്തി വിശ്വാസമാവട്ടെ നമ്മളെല്ലാവരും എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഭാവി എന്ന സമുദ്രത്തിലൂടെയുള്ള കപ്പൽ യാത്രയിൽ ധൈര്യം എന്ന കോമ്പസ് ആയിരിക്കണം നാം ഉപയോഗിക്കേണ്ടത്. പ്രതീക്ഷയാവണം നമ്മുടെ നങ്കൂരം. പുതുവർഷത്തിൻ്റെ ക്യാൻവാസിൽ നമ്മുടെ സ്വപ്നങ്ങൾ ഓരോന്നായി വരച്ചിടണം. അതിൽ പ്രതീക്ഷയുടെ നിറം ചാർത്തണം. അപ്പോഴാണ് അതൊരു മാസ്റ്റർ പീസ് ആകുന്നത്. മറ്റുള്ളവർ പറയുന്നത് ക്ഷമയോടെ കേൾക്കുക, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അനുകമ്പയുടെ പാലങ്ങൾ പണിയുക. വിഭാഗീയ ചിന്തകൾ കൊടികുത്തി വാഴുന്ന ഈ ലോകത്തിൽ ഐക്യത്തിൻ്റെയും കരുണയുടെയും വിത്തുകൾ പാകാൻ നമുക്ക് കഴിയണം. നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ശ്രമിച്ചാൽ പോരാ, നാം ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നാം ശ്രമിക്കുകയും വേണം. വെല്ലുവിളികളെ സധൈര്യം നേരിടണം. കാരണം അവയാണ് നമ്മുടെ മാറ്റുരയ്ക്കുന്നത്. വളർച്ചയുടെ ഏണിപ്പടികളാണ് അവ. ഓരോ തിരിച്ചടിയും പഠിക്കുവാനുള്ള ഓരോ അവസരമാണ് നമുക്ക് നൽകുന്നത്. ഓരോ പ്രതിബന്ധവും നമ്മുടെ ശക്തി പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവസരമാണ്. വെല്ലുവിളികളെ സധൈര്യം നേരിട്ട് അതിനെ നാം അതിജീവിക്കുമ്പോഴാണ് നാം പ്രശോഭിതരാകുന്നത്. എല്ലാ പുതുവർഷ പിറവിയിലും നാം കുറെ പുത്തൻ തീരുമാനങ്ങൾ എടുക്കും. പലപ്പോഴും ഈ തീരുമാനങ്ങൾക്ക് ഒരു മാസത്തെ ആയുസ് പോലും ഉണ്ടാവില്ല. അതിന് കാരണം നമ്മൾ വലിയ വലിയ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടി പോകും, വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാകും. അത് റിയലിസ്റ്റിക് ആണോ എന്നൊന്നും നമ്മൾ നോക്കില്ല. അതിനു പകരം എൻ്റെ ഒരു അഭിപ്രായം,
നമ്മൾ മാർജിനൽ ഇംപ്രൂവ്മെന്റ് നടത്താൻ ശ്രമിച്ചാൽ മതി എന്നാണ്. എല്ലാ ദിവസവും ഒരു പുസ്തകം വായിക്കുമെന്ന് പ്രതിജ്ഞയെടുത്താൽ ചിലപ്പോൾ അത് നടന്നു എന്ന് വരില്ല. അതിലും നല്ലത് ഓരോ മാസവും ഒരു പുതിയ പുസ്തകം വായിക്കുമെന്ന് തീരുമാനിച്ചാൽ മതി. അതാണ് കൂടുതൽ പ്രായോഗികം. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, ചില മദ്യപാനികൾ പറയും, ഈ വർഷം മുതൽ ഞാൻ മദ്യം തൊടില്ല എന്ന്. അതും റിയലിസ്റ്റിക് അല്ല. ഒരു മദ്യപാനിക്ക് പെട്ടെന്ന് അങ്ങനെ മദ്യപാനം നിർത്താൻ സാധിക്കില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അത് ക്രമാനുഗതമായിട്ട് കുറയ്ക്കണം. ഇപ്പം ഉദാഹരണത്തിന് എല്ലാ ദിവസവും 4 പെഗ് അടിച്ചേ ഉറങ്ങുള്ളൂ എന്ന് പറയുന്ന ആളുകൾ ഈ വർഷം അത് 3 കുറയ്ക്കണം. 3 കൂടിയേ തീരൂ എന്ന് പറയുന്നവർ അത് 2 കുറയ്ക്കണം. അങ്ങനെ ക്രമാനുഗതമായി നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നതാണ് കൂടുതൽ പ്രായോഗികം. കാരണം നമ്മളുടെ തീരുമാനങ്ങൾ റിയലിസ്റ്റിക് ആവണം, അച്ചീവബിൾ ആവണം. എന്നാലേ അത് നടക്കുകയുള്ളൂ. ഒരു കാര്യം നമ്മളെല്ലാവരും ഓർത്തു വെക്കണം, മികവെന്നത് ഫിനിഷിംഗ് പോയിന്റ് ഇല്ലാത്ത ഒരു ഓട്ടപ്പന്തയമാണ്. കൂടുതൽ മികവുള്ളവരാകാൻ നമ്മെ തന്നെ സമർപ്പിക്കുകയാണ് വേണ്ടത്. ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ക്രിയാത്മകമായി പോസിറ്റീവായിട്ട് ശ്രമിക്കണം. അവിടെ നമ്മുടെ അഹന്തകൾ, നമ്മുടെ ഈഗോസ് അതൊക്കെ വലിച്ചെറിയണം. ഈഗോ എന്ന ഇംഗ്ലീഷ് വാക്കിൽ 3 അക്ഷരങ്ങളേ ഉള്ളൂ, EGO. റിലേഷൻഷിപ്പ് എന്ന ഇംഗ്ലീഷ് വാക്കിൽ 12 അക്ഷരമുണ്ട്. ഈ 12 അക്ഷരങ്ങളെ നശിപ്പിക്കാനുള്ള കെൽപ്പ് ഈഗോ എന്ന 3 അക്ഷരങ്ങൾക്കുണ്ട്. അത് മറക്കണ്ട. അതുകൊണ്ട് ആ ഈഗോകളെല്ലാം വലിച്ചെറിയണം. Always remember, life is not measured by the breaths we take, but by the moments that take our breath away. Let us create those wonderful moments that take our breath away. എല്ലാവർക്കും സന്തോഷപ്രദമായ, സമാധാനപ്രദമായ ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് ചുരുക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. Hello students, we hope you are thoroughly enjoying Bhavika's classes. As the academic exams are approaching, we will be wrapping up the current year's course by the end of January 24. However, we have some exciting plans for you. This will happen during the summer vacation, okay? Get ready to elevate your potential with our Elevate Civil Service Orientation Program taking place in Kasaragod, Palakkad, Kottayam and Thiruvananthapuram in the month of April. Hurry up and secure a spot by scanning the QR code, as we have very few seats available. Bhavika, a student enrichment program